ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയ വികാരം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ദേഷ്യമാണ്. ദേഷ്യം എന്താണ്? എന്തിനാണ് നമുക്ക് ദേഷ്യം വരുന്നത്? എവിടെ നിന്നാണ് നമുക്ക് ദേഷ്യം വരുന്നത്? ദേഷ്യം വരും. നമ്മൾ ആ സമയത്ത് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടാമെന്നൊന്നും അറിയില്ല. എവിടെ നിന്നാണ് ഈ ദേഷ്യം വരുന്നത്? എന്തിനാണ് ദേഷ്യം വരുമ്പോൾ എല്ലാം തച്ചുടയ്ക്കാൻ തോന്നുന്നത്? ചീത്ത വാക്കുകൾ പറയാൻ തോന്നുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ അതൊരു എനർജിയാണ്. കലി ബാധിക്കുക എന്ന് പറയും നമ്മൾ. കലി ബാധിച്ചിരിക്കുക എന്ന് പറയില്ലേ? കലി എന്താണ്? കലി ഒരു എനർജിയാണ്, നെഗറ്റീവ് എനർജി. ഈ നെഗറ്റീവ് എനർജി നമ്മുടെ മൈൻഡിനെ ഫുള്ള് കൺട്രോളിലാക്കും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഏതാ ചെയ്യുക, എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വലിച്ചെറിയും, അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. ആ ദേഷ്യം നമ്മൾ എങ്ങനെയെങ്കിലും അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ ആരുടെയെങ്കിലും മേലിലേക്ക് എടുക്കും, ഇല്ലേ? ആ നെഗറ്റീവ് എനർജി നിങ്ങൾ ആരിലേക്കാണോ അത് പാസ് ചെയ്യുന്നത്, അവരുടെ മൈൻഡും ഡിസ്റ്റർബ്ഡ് ആകും, ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. എനർജി അവരുടെ മൈൻഡിനെയും അത്ര തന്നെ കണ്ട് ബാധിക്കും. അപ്പോൾ ഈ എനർജി അതിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുക? അതിന് ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നോ, ആ എനർജിക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട് കേട്ടോ. ആ എനർജിക്കും മറ്റുള്ളവരെ മനസ്സിനെ നോവിക്കാനും വേദനിപ്പിക്കാനും കഴിയും. അപ്പോൾ ഈ എനർജി നമ്മൾ എന്ത് ചെയ്യണം? ജീവനില്ലാത്ത ഒരു വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്താവാം? നമ്മുടെ ആ നെഗറ്റീവ് എനർജി നമ്മളിൽ വിട്ടു പോവുകയും ചെയ്യും. അത് ഒരാൾക്ക് ഹാംഫുൾ ആവുകയും ഇല്ല, അവരെ വേദനിപ്പിക്കുകയും ഇല്ല. അപ്പോൾ അതിന് എന്ത് സാധനങ്ങളാണ് ജീവനില്ലാത്ത വസ്തുക്കളിലേക്ക് നമ്മൾ പ്രയോഗിക്കുക? അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് പാത്രം. രണ്ടാമത്തെ ഓപ്ഷനാണ് തുണി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യണം. പാത്രം കഴുകുക. ആ എനർജി ദേഷ്യം വരുമ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ ആ എനർജി എല്ലാം ആ പാത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പാത്രത്തിന് ഒരു കേടുപാടും പറ്റില്ല, ഇല്ലേ? നമ്മൾ ആ എനർജി ഫുള്ളും ആ പാത്രത്തിലേക്ക് എടുക്കും. അതേപോലെ തന്നെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് തുണി മടക്കുക. ഈ എനർജി നമ്മൾ വേഗം നമ്മൾ ദേഷ്യം വന്നത് നമ്മൾ വേഗം മടക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ഈ നെഗറ്റീവ് എനർജി ആ തുണിയിലേക്കാണ് പോകുന്നത്. ആ തുണിയിലേക്ക് പോയി എന്ന് വെച്ചിട്ട് ആ തുണിക്കൊരു കേടും സംഭവിക്കുന്നില്ല, അല്ലേ? നമ്മുടെ ആ എനർജി നമ്മളിൽ നിന്ന് റിലീസ് ആവുകയും ചെയ്യും. ആ എനർജി വേദന ഇല്ലാത്ത ഒരു വസ്തുവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. നമ്മുടെ എനർജിയും നെഗറ്റീവ് എനർജി പോവുകയും ചെയ്യും, നമ്മളൊരു ജോലി അവിടെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജീനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്തോളാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഹരി ഓം, ദാറ്റ്സ് ഇറ്റ്.